ഞാനേ ശരിക്കും 2 ദിവസം മുൻപ് നമ്മുടെ അജ്മലിൻ്റെ ഒരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അജ്മൽ പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയ വാർത്ത അത് കേട്ട് ഇന്നലെ ശരിക്കും അതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുകളില്ലേ, കൺസെൻറ്റോട് കൂടിയല്ലേ അജ്മൽ ആ ചാറ്റ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അജ്മലിനെ സപ്പോർട്ട് ചെയ്തൊക്കെയാണ് വീഡിയോ ചെയ്തത്. അപ്പോഴാണ് ഇന്ന് രാവിലെ നമ്മുടെ മനുവിൻ്റെ ചാനലിലെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ അപ്ലോഡ് ചെയ്തില്ല, ഞാൻ വീഡിയോ ചെയ്ത് വെച്ചതുണ്ടായിരുന്നുള്ളൂ, അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ മനുവിൻ്റെ ചാനലിലെ വീഡിയോ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു ശരി, അജ്മലിൻ്റെ ഭാഗത്ത് മാത്രമല്ലല്ലോ തെറ്റുള്ളത്, മിസ്റ്റേക്ക് രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ട്. അജ്മൽ ചോദിച്ചത് തെറ്റ്, ആ കുട്ടി അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചാറ്റ് മുന്നോട്ട് കൊണ്ടുപോയത് തെറ്റ്, പിന്നെ എന്തിനാണ് അജ്മലിനെ മാത്രം കുറ്റക്കാരനായിട്ട് മാറ്റുന്നത് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് അജ്മലിൻ്റെ ഒരു വായോ അതേ മനു ഇവിടെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ മനുവിൻ്റെ അജ്മലിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ചിരിക്കണോ അതോ കരയണോ എന്നറിയാത്തൊരവസ്ഥയായിപ്പോയി. അത് വിഷയം എന്താന്ന് പറയാ? അല്ല, വിഷയം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. തൻ്റെ രാവിലത്തെ വീഡിയോ കണ്ടു, പറയണ്ടേ? മറ്റൊന്നുമല്ല, ഈ ചാറ്റിങ് ചീറ്റിങ് സംഭവങ്ങളുണ്ടല്ലോ, ഫ്ലേർട്ടിങ് ഉണ്ടല്ലോ, അതാണ് വിഷയം. അതായത് പുള്ളിക്കാരൻ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ സുന്ദരിയായിട്ട് തോന്നുന്നു, അന്നേരം പുള്ളിക്കാരൻ ഫ്രണ്ട് ആവുന്നു. അല്ല, അത് ആര്യനല്ലേ? അല്ല, രണ്ടുപേരും ഒരേ പാറ്റേണാ. ഫ്രണ്ട് ആവുന്നു. ഫ്രണ്ട് ആയതിനു ശേഷം പുള്ളിക്കാരൻ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നു. അപ്പൊ പെൺകുട്ടിക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ ഒരു സിനിമയുടെ ഓഡീഷനായിട്ട് ഒന്ന് അറിയാലോ, നടനാണ്, സിനിമ ചെയ്യുന്നുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ കുത്സിത പരിപാടികളായിട്ട് പോകുന്നു. ഇതാണ് വിഷയം. അപ്പോൾ ശരിക്കും എനിക്കത് ഇന്നലെ കണ്ടപ്പോൾ, ഞാൻ ആ വീഡിയോ 2 ദിവസം മുന്നേ കണ്ട സമയത്ത് ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, കൺസെൻറ്റോടുകൂടി ചെയ്യുന്ന കാര്യമാണ്, പിന്നെ അവിടെ വേറൊന്നും നടന്നിട്ടില്ല, അതുകൊണ്ട് അജ്മലിൻ്റെ ഭാഗത്ത് മാത്രം തെറ്റ് പറയാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. എനിക്കൊന്ന് മനു അങ്ങനെ തന്നെയാണ് ഏകദേശം ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തെ അജ്മലിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ശതമാനം ആളുകൾ ചിന്തിച്ചത് രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ എവിടെയോ പോയി, അതിനുശേഷം ഇവനെതിരെ എന്തൊരു പ്രശ്നം വന്നപ്പോഴത്തേന് അഴിച്ചു വിട്ടയാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സാർ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അജ്മൽ കയറി അങ്ങോട്ട് വന്നു. അല്ല, ആ വീഡിയോ കണ്ടപ്പോൾ മനുവിന് എന്താണ് തോന്നിയത്? ആക്ച്വലി ഫസ്റ്റ് ടൈം കാണുമ്പോൾ അവൻ മിണ്ടാതിരുന്നൊരു കുഴപ്പമില്ലായിരുന്നു, അവൻ ഭയങ്കരമായിട്ട് വന്നിരുന്ന് മെഴുകി. ഫസ്റ്റ് ഇപ്പൊ എന്ത് സംഭവിച്ചാലും അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എന്ത് സംഭവിച്ചാലും. അതായത് ഇപ്പം ആ വീഡിയോ ആണ് ആദ്യം ആളുടെ ഫേസ് കാണിച്ചു, അത് കഴിഞ്ഞിട്ടാണ് ആ ചാറ്റ് വരുന്നത്. ചാറ്റ് മാത്രമാണെങ്കിൽ പിന്നെയും ഓക്കെ, ഫേക്ക് ഐഡി ആരോ ഉണ്ടാക്കിയിട്ട് ചെയ്തതെന്ന് പറയാം. ഇത് അതുപോലെ, ഇത് അജ്മൽ തന്നെ ഫേസ് കാണിച്ചിട്ടാണ് സംഭവം. ഞാൻ പറഞ്ഞില്ലേ, ഈ കുത്സിതം ചാറ്റിംഗ് പരിപാടികൾ ചെയ്യാത്ത ആരുമില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോക്കകത്ത്, ഞാൻ എടുത്തു വെച്ച വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞ പോയിന്റ് ഇതൊക്കെ തന്നെയായിരുന്നു. ഏതൊരാളുടെയും, നമ്മുടെ സമൂഹത്തിലുള്ള ഏതൊരാളുടെയും, എൻ്റെയും മനുവിൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഈ പറയുന്ന ഫേസ്ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റും പണ്ട് ആരോടെങ്കിലും കാരണം ഈ ഫേസ്ബുക്ക് തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല, അപ്പോൾ ആരോട് എന്ത് സംസാരിക്കണമെന്ന് അറിയത്തില്ല. എനിക്ക് ഏറ്റവും ഒരു തമാശ രൂപേണ അല്ലെങ്കിൽ തമാശയുടെ തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? ഇയാൾ വന്നിട്ട് എൻ്റെ ഐഡി മറ്റു പലരുമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പിന്നെ അത് AI ക്രിയേറ്റഡ് വീഡിയോ ആണ് അല്ലെങ്കിൽ ചാറ്റാണ് എന്നൊക്കെ പറഞ്ഞ് വന്ന് സംസാരിച്ച ഒരു മെത്തേഡ്, കണ്ണടയൊക്കെ വെച്ചിട്ട്. അതിനകത്ത് ആ വീഡിയോയുടെ താഴെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി കണ്ണട വെച്ചേക്കുന്നത് എന്തിനാന്ന് മനസ്സിലായോ? കള്ളം മനസ്സിലാവാതിരിക്കാൻ വേണ്ടി. അല്ല, എനിക്കത് ഭയങ്കര ബോറായിട്ട് തോന്നി. കാരണം ഇതിനകത്ത് 2 വിഷയങ്ങളാട്ടോ. ഇയാള് ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു. ഈ സ്ക്രീൻഷോട്ടിനകത്ത് പുള്ളിയുടെ ID പലയിടത്തായിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്ത സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്നറിയോ? കൊച്ചി, വർക്കല, മധുരൈ, എല്ലാം പുള്ളി പോകുന്ന സ്ഥലങ്ങളിലാണ് ഇത് ലോഗിൻ ചെയ്തേക്കുന്നത്. ഓൾമോസ്റ്റ് പുള്ളി പോകുന്ന സ്ഥലങ്ങളായിരിക്കും. പിന്നെ 3 ഐഫോണിലാണ് ലോഗിൻ ചെയ്തേക്കുന്നത്, ഒരെണ്ണം എന്തോ മാത്രമാണ് ആൻഡ്രോയിഡിൽ ലോഗിൻ ചെയ്തേക്കുന്നത്. ലാപ്പിൽ അങ്ങനെ ലോഗിൻ ഇല്ല. സാധാരണ ഈ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ കൂടുതലും ലാപ്പിലൊക്കെ ആയിരിക്കും ലോഗിൻ ചെയ്തത്. പക്ഷെ ഇത് ലാപ്പിൽ ലോഗിൻ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഇത് ആക്ച്വലി പുള്ളിയുടെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്ക് തന്നെയാണ്. എന്നാ മിണ്ടാതിരിക്കണ്ടേ? പുള്ളി ഇപ്പോഴും മറ്റേ ഗോട്ടിന്റെ സ്ഥാനത്ത് നിൽക്കുന്നേ ഉള്ളൂ. അതേപോലെ ഞാനല്ല, എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. രാവിലെ എണീറ്റ് പുള്ളിയുടെ ഫോണിൽ നിന്ന് കാണാൻ നല്ല പെൺകുട്ടികളെ കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് മെസ്സേജ്. കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ അനീഷ് പറഞ്ഞ പോലെ, ലാലേട്ടാ ഞാൻ കടിച്ചിട്ടില്ല അക്ബറിനെ, ഇല്ല അനീഷിന്റെ പല്ല് ഇറങ്ങി വന്ന് കഴിക്കാം. അത് കണ്ടായിരുന്നോ? അനീഷിന്റെ പല്ല് ഇറങ്ങി വന്ന് എന്റെ കൈ കഴിച്ചതാണ് അക്ബർ എന്ന് പറഞ്ഞ പോലെ പുള്ളിയുടെ ഫോണിൽ നിന്ന് തനിയെ ഈ പറയുന്ന AI ടൂൾ ഉപയോഗിച്ച് തനിയെ മെസ്സേജ് പോയി എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഈ വീഡിയോ കോൾ പുള്ളിയുടെ അതേ മുഖച്ഛായ ഉള്ള ഒരാളാണ്, പുള്ളിയുടെ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാള്. അതിന് പേര് അജ്മൽ അമീർ തന്നെയാണോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. പിന്നെ ഇതിനേക്കാൾ വലിയൊരു സംഭവം എന്ന് പറയുമോ, പുള്ളി ഇത് നൈസായിട്ട് ഇപ്പൊ അഡ്മിന്റെ പടലേക്ക് വെച്ച്
ആരാ അഡ്മിൻ? അഡ്മിൻ അതായത് അയാളുടെ പേര് യൂസ് ചെയ്തു, അങ്ങേരുടെ ഐഡന്റിറ്റി യൂസ് ചെയ്തു, അങ്ങേരുടെ അക്കൗണ്ട് യൂസ് ചെയ്തു, അഡ്മിനെ പുറത്തു കൊണ്ടിടണം. അല്ല, എന്തുകൊണ്ട് പുള്ളി അത് കംപ്ലൈന്റ് ചെയ്തില്ല? ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് എന്തുകൊണ്ട് കംപ്ലൈന്റ് പോയില്ല? ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ അതൊക്കെയാണ് ആലോചിച്ചത്, എന്തുകൊണ്ട് കംപ്ലൈന്റ് കൊടുത്തില്ല? കാരണം അയാൾക്കെതിരെ വന്ന അലിഗേഷൻ ആണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫൈല് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചവറ് പോലെ തോന്നുകയാണ്. കാരണം അയാൾ ആ ബാംഗ്ലൂർ ഡ്രഗ് മാഫിയ കേസ് കൊണ്ടുവന്ന സമയത്ത് ഒരു റെസ്പെക്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു. ഞാൻ അതിനുശേഷമാണ് അയാളെ ഫോളോ ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം അയാൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഈ കുൽസിതങ്ങളുടെ പുറകെ മാത്രം പോകുന്നൊരു ഫീൽ. എന്താ പറയുക, ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇന്ന സെലിബ്രിറ്റി എന്നോട് മോശമായിട്ട് സംസാരിക്കുന്ന പറഞ്ഞിട്ട് ഫേക്ക് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്താൽ പുള്ളി എപ്പോഴും സ്റ്റോറി ചെയ്യും. അതിന്റെ പുറകിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ആ വിഷയത്തെ പുള്ളി ഫോളോ അപ്പ് ചെയ്യണം. എനിക്കത് കണ്ടിട്ടുള്ളത് ഈ ബാംഗ്ലൂർ കേസ് പുള്ളി തുടങ്ങിയിട്ട് അങ്ങ് പോയി. അത്രേ ഉള്ളൂ. സീക്രട്ട് ഏജന്റ് പക്കയായിട്ട് മിഷേൽ ഷാജിയുടെ വിഷയം പുള്ളി തുടങ്ങി വെച്ചു, പുള്ളിയുടെ വഴിക്ക് പോയി. അപ്പോൾ ആൾക്ക് വേണ്ടത് റീച്ച് മാത്രമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ സ്റ്റോറി വഴി ആള് പല പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഓക്കെ ഫൈൻ, പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു കോൺട്രവേഴ്സിലൂടെ പോകുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തി ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ചോദിക്കും സ്റ്റോറി ഇട്ടാൽ കാശ് കിട്ടും ചോദിക്കും. സ്റ്റോറി ഇട്ടാൽ കാശ് കിട്ടും, കാരണം പ്രൊമോഷന് കൊടുക്കുന്ന ആൾക്കാർ കാശ് കൊടുക്കത്തില്ല. ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോയ്ക്കും 1M 2M വ്യൂസ് ആണ് വ്യൂസ്. അപ്പോ ഞാൻ ഒരു സ്റ്റോറിക്ക് എങ്ങനെ പോയാലും എത്ര ഒരു 50,000 വ്യൂസ് മിനിമം വെച്ചോ, ആയിരിക്കില്ല 10,000 വ്യൂസ് മിനിമം വെച്ചോ. ഈ 10,000 പേര് പ്രോഡക്റ്റ് കണ്ട് ഞാൻ സാധനം മേടിച്ച്. അല്ല, ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. എനിക്ക് അറിയുന്നൊരു ബ്യൂട്ടി പാർലറിൽ ഒരാൾ, ഞാൻ ആളുടെ പേരൊന്നും പറയാനില്ല, ഒരാൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വെറും 1-2 മണിക്കൂർ മാത്രമേ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ആളുടെ പ്രൊഫൈൽ നല്ല റീച്ചുള്ള പ്രൊഫൈലാണ്. എമൗണ്ട് പറയില്ല, ആൾക്കാർക്ക് മനസ്സിലാവും. അറൗണ്ട് 30,000 എബോ ഉണ്ട്. 2 മണിക്കൂർ മാത്രമാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതും ഒരു 1 മില്യൺ വ്യൂസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ അയാളുടെ വീഡിയോയ്ക്കും, അല്ലെങ്കിൽ അയാളുടെ യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഏത് മീഡിയ ആയിക്കോട്ടെ, അത്രയും വ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും എമൗണ്ട് അവർ കൊടുക്കുകയും ചെയ്യും. ഇവനും അതേ വ്യൂസ് ഇല്ലേ? അപ്പോൾ എങ്ങനെ പോയാലും ഒരു 30,000 മിനിമം കിട്ടുമല്ലോ, 10,000 കിട്ടുമല്ലോ. അപ്പോൾ ഒരു മോണിറ്ററി ബെനിഫിറ്റ് പ്രതീക്ഷയാണ് ആള്. ഇതുപോലത്തെ ഒരു ഇൻഫ്ലുവൻസർ ആയ ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു. ഇനി അത് പറഞ്ഞില്ലെന്ന് പറയില്ല. അല്ല, എനിക്ക് ഈ എൻ്റെ കാസറ്റ് അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അയാളൊരു ധൈര്യശാലിയായ ഒരാളാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ കാരണം ഈ ബാംഗ്ലൂർ ഡ്രഗ് മാഫിയ സംഭവം കൊണ്ടുവന്നു, ഇത്രയും ആൾക്കാർ എക്സ്പോസ് ചെയ്തു, അതൊക്കെ ചെറിയ ഗട്ട്സ് പോരാ. പക്ഷെ അതിന്റെ പുറകിൽ പിന്നെ ചെയ്ത കുറെ കാര്യങ്ങൾ, പുള്ളി എല്ലാത്തിനും പടക്കത്തിന് തിരികൊടുത്തേ ഉള്ളൂ, ബാക്കിയുള്ളവരാണ് പൊട്ടിച്ചോണം. അതെ, പിന്നെ എൻ്റെ ഫോളോ അപ്പും കാര്യം. നമ്മുടെ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അവരെടുത്ത് വെച്ച് സംസാരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ, ഈ പറയുന്ന ലെവലുള്ള വിഷയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും സംസാരിക്കും. അതെ. അപ്പോൾ ഈ ഒരാളിങ്ങനെ തുടങ്ങി വെക്കുന്നു, മറ്റുള്ളവരെല്ലാം കൂടെ അടുത്ത് അലക്കുന്നു. അതിനകത്ത് സത്യമുണ്ടോ മിഥ്യയാണോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് റിയാക്ഷൻ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് എടുക്കുന്ന ടോപ്പിക്ക് മൊത്തം എന്റെ കാസറ്റ് വന്നത്. പുള്ളി അത് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നു, പിന്നെ അതിന്റെ ജെന്യൂനിറ്റി അടുത്ത വിഷയത്തിലേക്ക് പോവാണ്, അടുത്ത നെക്സ്റ്റ് സബ്ജക്റ്റിലേക്ക് മാറുകയാണ്. അപ്പൊ അത് ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരുന്നു. പുള്ളിക്ക് 2 മില്യൺ ഫോളോവേഴ്സ്, 1 മില്യൺ ആൾക്കാർ നിങ്ങളെ കാണുമ്പോൾ ചീത്ത വിളിക്കുന്നു, ചാനൽ ഹിറ്റ്. പിന്നെ വന്നിട്ട് ഈ അജ്മലിന്റെ കേസ് ഞാൻ പറഞ്ഞില്ല, അജ്മൽ ശരിക്കും മണ്ടത്തരമാണ് കാണിച്ചത്. കാരണം ഒരു വിഷയം വന്നു, അത് ഒരു പരിധിവരെ ആൾക്കാർ അജ്മലിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അത് ന്യായീകരിക്കാവുന്ന കാര്യമാണ്. കാരണം രണ്ടുപേരുടെ കൺസെന്റോട് കൂടിയാണ് അത് സംഭവിച്ചതെന്ന് വിചാരിച്ചിട്ട് കോടതി പറയണേ, ഒരു കോടതി പറയാ നീ തെറ്റുകാരനല്ല, നീ പോക്കോ. ഇല്ല ഞാൻ തെറ്റ് ചെയ്ത് എന്ന് പറഞ്ഞു. അതായത് കൺഫസ് ചെയ്യാതെ കൺഫസ് ചെയ്യാണ്, ആ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര മണ്ടത്തരമായിട്ട് ഫീൽ ചെയ്തു അത് ആ വീഡിയോ വന്നത്. കാരണം നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വിഷയം വന്നു, അത് 1-2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് മറക്കും, അടുത്ത വിഷയത്തിന് പുറകെ പോകും. അതങ്ങനെയാണ്. ഇയാൾ റിയാക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻസ് കിടന്ന് അടി കൂടിയിട്ട് അത് കഴിഞ്ഞു, അത് അവസാനിക്കുമായിരുന്നു. കാരണം അതിനടുത്തൊരു വിഷയം ഉടനെ വന്ന് നിൽപ്പുണ്ടല്ലോ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അതെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് മറ്റൊരു സാധനം, പുള്ളിയുടെ ക്യാരക്ടറിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേപോലത്തെ സമാന്തരമായ ക്യാരക്ടർ പല സമയത്തായിട്ട് കണ്ടിട്ടുണ്ട്. 1-2 പേര് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലൈഫ് ഓഫ് അനന്തുവിന്റെ ചാനലിൽ ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ ആ വോയിസ് മെസ്സേജിനകത്ത് ഒരു പ്രശ്നം, ആ പെൺകുട്ടിയോട് ഇവൻ പരിചയപ്പെടാൻ എന്ന് പറഞ്ഞ രീതി വിളിച്ചപ്പോൾ ആ പെൺകുട്ടി എനിക്ക് സമയമില്ല നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിവാക്കി. അതേസമയം തിരിച്ച് നിന്റെ പോയി പറയടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതവിടെ നിന്ന്. അതേപോലെ തന്നെ സാത്താന്റെ ചാനലിനകത്തും ഇതേപോലെ തന്നെ പുള്ളിക്കാരൻ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇതേപോലെ പുള്ളിക്കാരൻ അപ്രോച്ച് ചെയ്ത ഒരു രീതി പറയുന്നത് എനിക്ക് മനസ്സിലാത്ത വേറെ കാര്യം അറിയോ, ഈ പെൺകുട്ടികൾ ചാറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കൂടെ പോയതായിക്കോട്ടെ കൺസെന്റോടുകൂടി പോയിട്ട് പിന്നെ വന്ന് പരാതി പറഞ്ഞ് എന്തിനാന്ന് മനസ്സിലാവും. വിരോധം വരുമ്പോ
അല്ല അങ്ങനെ വരുമ്പോൾ അതാണ് നമ്മുടെ നിയമത്തിന്റെ ഒരു അപാകത എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയാണ് ഇങ്ങനെ പറ്റത്തുള്ളൂ. അല്ല അതാണ് പ്രശ്നം. കാരണം രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് ഒരാളെ മാത്രം എക്സ്പോസ് ചെയ്യുന്നു, അയാളുടെ ഫേസ് മാത്രം പുറത്തു വരുന്നു, അല്ലെങ്കിൽ അയാൾ മാത്രം ശിക്ഷിക്കപ്പെടുന്നു. നമ്മുടെ ഈ ബിഗ് ബോസിനകത്ത് പറഞ്ഞേ ഈ അനിമോളുടെ ബസ് നിൽക്കുന്ന കേസ്, അതെ, ഇത് പുറത്താണെങ്കിൽ അക്ബർ അകത്താ. അതെ, തീർച്ചയായിട്ടും അതൊരു ഷോ ആയിട്ട് മാത്രം കുഴപ്പമില്ലാണ്ട് പോയി. ഒലീലിന്റെ കേസ് ലക്ഷ്മി പറഞ്ഞു, ഒലീൽ ഇന്ന് അകത്ത് കിടക്കുന്ന. അതെ. അപ്പോൾ നമുക്കിപ്പോൾ പറയാനുള്ള വിഷയം എത്രയേ ഉള്ളൂ. ഈ അജ്മൽ ചെയ്തത് ഇപ്പോൾ നിലവിൽ ചെയ്തത് മണ്ടത്തരമാണ്. കാരണം അവൻ്റെ കാര്യം നോക്കി നടന്നാൽ മതിയായിരുന്നു. അവൻ പോയി, പെൺകുട്ടി വന്ന് അത് അവിടെ കൊണ്ട് വിടാനുള്ളത് വെറുതെ ഒരു വള്ളി വെറുതെ തോന്നുന്നു, പിടിച്ചു ഒറ്റ പറ്റി. അതാണ് അണ്ണൻ ഇപ്പൊ ചെയ്ത സാധനം. അപ്പൊ ഇനിയിപ്പോ ഇത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ആദ്യം എന്നെ പറഞ്ഞു തുടങ്ങി. അല്ല, തന്റെ ചാനലിലെ വീഡിയോ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഇന്നലെ എടുത്തു വെച്ച വീഡിയോ, അതിനകത്ത് ഞാൻ കൂടുതലും അജ്മലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. കാരണം കൺസെന്റോട് കൂടി ചെയ്തതാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ധാരണ അങ്ങ് മാറി കിട്ടി എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ഒരാളെങ്കിലും ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ തുടങ്ങിയ കാലത്ത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, എന്നോട് സീരിയസ്ലി ഞാൻ പറയുന്നത്, എന്നോട് സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ എന്നോട് ഞാൻ എറണാകുളത്തായിരുന്ന സമയത്ത് ഭയങ്കര കോമഡിയാണ്, പേര് പറയുന്നൊന്നുമില്ല, നേരിട്ട് കാണാൻ പറ്റും, ഇങ്ങോട്ട് ചോദിച്ചിട്ട് നമ്മൾ ഇതുപോലെയാണല്ലോ എവിടെയാണെന്ന് ചോദിക്കും. അത് ഫ്ലാറ്റിൽ വന്നാൽ മതി, അടുത്ത മറുപടി ഇതാണ്, ഫ്ലാറ്റിൽ വന്നാൽ മതി. അപ്പോൾ തന്നെ സീരിയസ് ആയിട്ട് എനിക്കെന്താണ് ആരും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും ഫ്ലാറ്റിലോട്ടോ, നമുക്ക് അപകടം മണക്കുമല്ലോ, അവിടെ വെച്ച് ആ സംഭവം കട്ട് ചെയ്യും. ഇതാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നടന്ന കാര്യമാണ്. ഈ പറഞ്ഞ സാധനത്തിന്റെ സ്ക്രീൻഷോട്ട് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എനിക്ക് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ആ വ്യക്തിയൊക്കെ ഞാൻ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്ത് വിട്ടു, അത് വേറെ കാര്യം. കാരണം നമുക്ക് താല്പര്യമില്ലെങ്കിൽ അതങ്ങ് വിടുക എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്ന വിഷയം ഇത്രേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ വിടാൻ പറ്റത്തില്ല. കാരണം ഇദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, ഇദ്ദേഹത്തിന്റെ കയ്യിൽ കാശുണ്ട്. അല്ലെന്നേ അജ്മൽ, ഓക്കെ, നിങ്ങൾ സെലിബ്രിറ്റി ഒക്കെ തന്നെ. അപ്പൊ സെലിബ്രിറ്റിയാണ്, അവന്റെ ഇഷ്ടം പോലെ കാശുണ്ടാവും. അവന്റെ ഈ പെൺകുട്ടികൾ കാശ് ഇസ്കിട്ടില്ലെന്നുള്ള കാശ് കിട്ടാതെ പണി കൊടുത്തായിരിക്കും. അല്ല, ആ കോളിനകത്ത് അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ പെണ്ണി ചോദിക്കുന്നുണ്ട് താങ്കൾ മാരീഡ് അല്ലേ. അതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ നമുക്ക്. അതെ. അല്ല, ആളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് 100% മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ അതിനെ വന്ന് പിന്നെയും വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അത്രേ ഉള്ളൂ. ഹിതം നല്ലതാണ്, അവിഹിതം തെറ്റാണ്. തീർച്ചയായിട്ടും. അതാണായാലും പെണ്ണായാലും അവൻ ഡൈവേഴ്സ് ചെയ്തിട്ട് അവൻ ആരുടെ കൂടെ. അത്രേ ഉള്ളൂ. ഒരാളെ കൂടെ നിർത്തിക്കൊണ്ട് മറ്റൊരാളുടെ പുറകെ പോകുന്നവനെ, അവനായാലോ അവളായാലോ, ചാട്ടവാറിനടിക്കണം. അതാണ് വേണ്ടത്. എത്ര അടി ആൾക്കാർക്ക് കിട്ടുമെന്ന് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. അതങ്ങനെ കൊടുക്കുക തന്നെ വേണം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കേസ് അറിഞ്ഞു കേട്ടോ. അതായത് ഹസ്ബൻഡും 2 കുട്ടികളുണ്ട്. 6 വർഷം ഒരുത്തനെ സ്നേഹിച്ചു, അവനുമായിട്ട് എല്ലാം കഴിഞ്ഞു. അവനിപ്പോൾ വേറെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പം ഹസ്ബൻഡിനും വേണ്ട, അവനും വേണ്ട, വീട്ടുകാർക്കും വേണ്ട. പണി ആർക്ക് കിട്ടി? അവൾക്ക് കിട്ടി. ആലോചിച്ച് നോക്കിയേ, ഇപ്പം അലയ്യാണ്. ഇങ്ങനെയും ആൾക്കാരുണ്ട്. യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴത്തേനും സകലതും കഴിഞ്ഞു. ഇപ്പൊ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു, പക്ഷെ കൈയാക്കാൻ ആളില്ല. നമ്മൾ തുടങ്ങിയ അജ്മലിലാണ്, പക്ഷെ നമ്മൾ എത്തി നിൽക്കുന്നത് പല കാര്യങ്ങളിലാണ്. അതങ്ങനെയാണല്ലോ സ്വാഭാവികം. അപ്പോൾ എനിവേ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് ഉദ്ദേശിച്ചത്. അജ്മലിന്റെ വിഷയമാണ്. അപ്പോൾ അതിനകത്ത് അജ്മൽ കാണിച്ച മണ്ടത്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് എന്ത് ആയിത്തീരും എന്നൊരു ഐഡിയ ഇല്ല, എവിടെ നിൽക്കും എന്ന് അറിയില്ല. ഇനി അജ്മൽ ഇതിനെ വെളുപ്പിക്കാൻ പുതിയ വീഡിയോ ആയിട്ട് വരുമെന്നും അറിയത്തില്ല. കാര്യം അജ്മലിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് പുതിയ വീഡിയോ വരാൻ സാധ്യതയുണ്ട്. കാരണം ആ കമൻസ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് പുള്ളിയുടെ വീഡിയോയുടെ താഴെ. AI ഇത് ഞാൻ ഏക്കാടാ. ഇതൊക്കെയാണ് കമന്റിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. പുള്ളി ശരിക്കും സിനിമയിലെ സ്ക്രിപ്റ്റ് നിൽക്കുന്നേ ഉള്ളൂ, റിയൽ ലൈഫിലേക്ക് വന്നിട്ടില്ല. ഇതൊന്നും മാസ് കാണിക്കാൻ നോക്കിയതാണ്, പക്ഷെ ആസ് ആയി പോയി. അത്രേ ഉള്ളൂ. അജ്മലിനെ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്നും റിയൽ ലൈഫിൽ നടക്കത്തില്ല. ഇതൊക്കെ നിങ്ങളുടെ സിനിമയിൽ, അത് തമിഴ് സിനിമയിൽ നടക്കും, ഇവിടെ ഒന്നും നടക്കത്തില്ല. ഒന്നും എത്ര ഞാൻ വളച്ചൊടിച്ചാലും എൻ്റെ ലൈഫൊന്നും ആവില്ല എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി. അണ്ണന്റെ റിയാക്ഷൻ അണ്ണന് പണി കിട്ടും ഉറപ്പായിട്ടും. സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.